നമസ്കാരം. പത്തനംതിട്ട കൂടലിൽ പ്രായപൂർത്തിയാകാത്ത കുറച്ച് കുട്ടികളെയും ഒരു രോഗിയായ യുവാവിനെയും വ്യാജ പോക്സോ കേസിൽ കുടുക്കി കേരള പോലീസ് അഴിച്ചുവിട്ട നരനായാട്ട്. ആ കൊടും ക്രൂരത കേരളത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ആകെ ലജ്ജിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവം പോലീസിന്റെ കേവലം ഒരു വീഴ്ചയായിട്ട് പറയാൻ പറ്റില്ല. മറിച്ച് കേരളത്തിലെ ക്രമസമാധാന തകർച്ചയുടെയും ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണമായ കളിപ്പാവയായി പോലീസ് മാറിയതിന്റെയും ഒടുവിലത്തെ തെളിവായിട്ടേ പറയാൻ പറ്റൂ. ഇപ്പോ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു, കാര്യം ശരി. അതില് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, അതും ശരി. പക്ഷേ പോലീസിനെ എങ്ങനെയാണ് പൊതുജനങ്ങളോട് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു അന്തവും കുന്തവും ഈ 2 മാസം ആവുന്ന ഈ സമയത്തും ഇതുവരെയും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നതിന്റെ തെളിവാണിത്. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമത്തിന്റെ ലേബലിൽ ഉണ്ടായിസം കാണിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 13 വയസ്സുകാരുടെ ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലെ യാതൊരു തെറ്റും ചെയ്യാത്ത കുറെ കുട്ടികൾ, അതിന്റെ നിജസ്ഥിതി പോലും അന്വേഷിക്കാതെയാണ് പോലീസ് ചാടി വീണ് അവര് തൂക്കിയെടുത്തത്. 11, 13, 14 വയസ്സുകളുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പോലീസ് ക്രിമിനലുകളെ പോലെ കൈകാര്യം ചെയ്ത് ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷന്റെ പടി കടക്കുന്ന ഈ കുട്ടികളോട് ഒരു ദയവുമില്ലാതെ പെരുമാറുകയും അവരുടെ കോളറിൽ പിടിച്ച് തൂക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർഷം നടത്തുകയും ചെയ്ത ആ പോലീസുകാരെ ഗുണ്ടകൾ എന്നല്ലാതെ ചെകുത്താന്മാരെന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ പറ്റൂല. കുട്ടികളുടെ മാതാപിതാക്കളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പരസ്യമായി ചീത്ത വിളിച്ച പോലീസ് ഏതുതരം സാംസ്കാരിക ബോധമാണ് വെച്ച് പുലർത്തുന്നത് എന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കസ്റ്റഡിയിലെടുക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും പാലിക്കേണ്ട മിനിമം ചട്ടങ്ങളോ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ നിർദ്ദേശങ്ങളോ പാലിക്കാൻ ഇവിടുത്തെ പോലീസുകാർ തയ്യാറായിട്ടില്ല. ഇത് നിയമവാഴ്ചയോടുള്ള പരസ്യമായ വെല്ലുവിളിയല്ലാതെ മറ്റൊന്നുമല്ല. കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ പ്രതിയെന്ന് പറഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്ത 20 വയസ്സുകാരനെ യുവാവിനോട് കാണിച്ചിട്ടുള്ള 3ാം മുറയാണ്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഗുരുതരമായ ഹൃദ്രോഗബാധിതനായ യുവാവാണ് താനെന്നും തനിക്ക് ശാരീരികമായി വയ്യ എന്നും പോലീസുകാരുടെ മുന്നിൽ ആ മകൻ കെഞ്ചി പറഞ്ഞിട്ടും ഈ കാട്ടാളന്മാർക്ക് ഒരു ദയയും തോന്നിയില്ല എന്ന് മാത്രമല്ല, ലാത്തി ഉപയോഗിച്ച് കാലിന് താഴെയായി ക്രൂരമായി അടിച്ചും മുടിയിൽ പിടിച്ചു വലിച്ചും മർദ്ദിച്ചും പോലീസ് അവരുടെ ആ ഗുണ്ടായിസം, ആ അക്രമവാസന, അല്ലെങ്കിൽ കുറെ കാലമായി ആരെയും കൈകാര്യം ചെയ്യാൻ കിട്ടാതിരുന്നതിന്റെ ഒരു കലിപ്പ്, അതെല്ലാം തീർത്തു കൊടുത്തു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. മർദ്ദനമേറ്റ ഈ യുവാവിന് ശ്വാസം മുട്ടലും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടൂർ ജനറൽ ആശുപത്രിയിൽ വീണ്ടും പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നത് ഇതിന്റെ തെളിവാണ്. ഈ യുവാവ് ഇപ്പോഴും ചികിത്സയിലാണ്. ഈ കേസുമായി യാതൊരു പുലബന്ധം പോലുമില്ലാത്ത ഒരു രോഗിയെ ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ കേരള പോലീസിന് ആരാണ് അധികാരം ചെയ്തത് എന്ന് ജനങ്ങൾ തന്നെ ചോദിക്കേണ്ടി വരും. കാരണം അധികാരികൾക്ക് അത് ചോദിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ തന്നെയാണ് രാജാവ്. കേസ് അന്വേഷിക്കുക എന്നാൽ കണ്ണിൽ കണ്ടവരെ എല്ലാം പിടിച്ച് സ്റ്റേഷനിൽ കയറ്റി തല്ലി കുറ്റം സമ്മതിപ്പിക്കലല്ല. ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ കുട്ടികളെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൃത്യമായ ശാസ്ത്രീയ അന്വേഷണമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ നടത്തുന്നതിന് പകരം കുറ്റം അടിച്ചേൽപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്നുള്ള വാർത്തയാണ് അവരുടെ മാതാപിതാക്കളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്തതാണ് എന്ന് സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കുട്ടികളെയും യുവാവിനെയും ഭീഷണിപ്പെടുത്തിയ പോലീസ് നടപടി തികച്ചും ഫാസിസ്റ്റ് രീതിയാണ്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള മടിയും തങ്ങളുടെ പരാജയം മറച്ചുവെക്കാനുള്ള വ്യഗ്രതയുമാണ് നിരപരാധികളെ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പോക്സോ നിയമം എന്നത് സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ഈ കടുത്ത നിയമം വ്യക്തിവൈരാഗ്യം തീർക്കാനും നിരപരാധികളെ പീഡിപ്പിക്കാനുമുള്ള വലിയൊരു ആയുധമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഇത് ആദ്യത്തെ കേസൊന്നുമല്ല. ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരവും ബോധമുള്ള പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ഒരു സാധ്യത അവർ തെരഞ്ഞേനെ. പ്രത്യേകിച്ച് പ്രതിസ്ഥാനത്തുള്ളത് ചെറിയ കുട്ടികളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു വ്യാജ പരാതി കിട്ടിയാൽ അതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്ന് പ്രാഥമികമായി പോലും അന്വേഷിക്കാതെ നിരപരാധികളെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെടുന്ന പോലീസ് സംവിധാനം ഈ നിയമത്തെ തന്നെയാണ് അപഹസിക്കുന്നത്. ഇത്തരം വ്യാജ പോക്സോ കേസുകൾ യഥാർത്ഥ ഇരകൾക്ക് ലഭിക്കേണ്ട നീതിയെ പോലും ഇല്ലാതാക്കിയേക്കും. ഈ പോലീസ് അതിക്രമം ഈ കുട്ടികളിലും അവരുടെ കുടുംബങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള മാനസിക ആഘാതം, അതായത് ആ ട്രോമ ചെറുതൊന്നുമല്ല. തങ്ങളുടെ മക്കള് നാട്ടിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ നാട്ടിലൂടെ നടക്കുമ്പോൾ ആളുകൾ പലതും പറഞ്ഞ് കളിയാക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കളിയാക്കും. കാരണം ആ വിധത്തിലാണല്ലോ പോലീസ് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ മുഖം വേണ്ടടുത്തൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുമുണ്ടാകും. സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ കഴിയാത്ത വിധം നിന്ദിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ അവരെ ആക്കിയിട്ടുണ്ടാകും. ആ കുട്ടികളുടെ അമ്മ അങ്ങേറ്റം വേദനയോടെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഈ പ്രായത്തിൽ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ അപമാനിതരാകേണ്ടി വന്ന ഈ കുട്ടികളുടെ തകർന്ന വ്യക്തിത്വത്തിനും തകർന്ന ഭാവിക്കും ആരാണ് നഷ്ടപരിഹാരം നൽകുക? പോലീസ് വരുത്തി വെച്ചിട്ടുള്ള ഈ നാണക്കേടിനും മാനസിക പീഡനങ്ങൾക്കും കേരള സർക്കാരാണ് മറുപടി പറയേണ്ടത്.
പോലീസുകാരുടെ വീട്ടിലും കുട്ടികളുണ്ട് എന്നൊരു ബോധ്യം അതുപോലും ഇല്ലാതെയാണ് അവർ ഈ കുരുന്നുകളോട് പെരുമാറിയിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലീസുകാർക്കെതിരെയുള്ള പോലീസിന്റെ ഇത്തരം അന്വേഷണങ്ങൾ വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തങ്ങളുടെ വകുപ്പിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് എപ്പോഴും ആഭ്യന്തര വകുപ്പ് ശ്രമിക്കാറുള്ളത്. അത് തന്നെ ഇവിടെ നടക്കുള്ളൂ. അവരെ ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റി സംരക്ഷിക്കും, അതല്ലെങ്കിൽ സസ്പെൻഷൻ, പണിയെടുക്കാതെ വീട്ടിലിരുന്ന് തിന്നാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഈ വിഷയത്തിൽ വെറും ഒരു അന്വേഷണ പ്രഹസനമല്ല വേണ്ടത്. നിരപരാധികളായ കുട്ടികളെയും രോഗിയായുള്ള യുവാവിനെയും പീഡിപ്പിച്ച മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പിന്നീട് അവരെ പുറത്തിരുത്താനുള്ള നടപടികൾ കൈക്കൊള്ളണം. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം അവരുടെ പേരിൽ. കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത് തങ്ങളുടെ കുട്ടികൾക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവം ഇനി കേരളത്തിലെ ഒരു കുട്ടിക്കും ഉണ്ടാകരുത് എന്ന ഒരു ബോധ്യമാണ്. കോടതിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഈ മാതാപിതാക്കളുടെ പോരാട്ടത്തിനൊപ്പം കേരള പൊതുസമൂഹം ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. പോലീസിന്റെ ഈ ഗുണ്ടായുസത്തിനും അധികാര ദുർവിനിയോഗത്തിനും ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയ്ക്കുമെതിരെ അതിശക്തമായ നിയമ നടപടികളും ജനകീയ പ്രതിഷേധങ്ങളും ഉയർന്നു വരണം. നിരപരാധികളെ വേട്ടയാടുന്ന ഈ പോലീസ് രാജ്യം അല്ലെങ്കിൽ ഈ ഗുണ്ടായിസം കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. Different angles. Don't forget to subscribe and support this channel.